എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പാടെയും ഞങ്ങളുടെ ആദ്യത്തെ നാട്ടിലെ ഓണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് സേഫായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ മാറുന്നില്ല. അപ്പോൾ എൻ്റെ സൗണ്ടിന് കുറച്ച് കിറുകിറ് ഉണ്ടാവും, എന്നാൽ ക്ഷമിക്കുക. അപ്പോൾ രാവിലെ ഓണത്തിൻ്റെ അന്ന്, ഓണ പ്രോഗ്രാമിൻ്റെ അന്ന് രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ഈ വളയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വള ഇട്ടില്ല കേട്ടോ. വേറൊന്നുമല്ല, അത് ഈ ഡ്രസ്സായാലും എൻ്റെ ഡ്രസ്സായാലും വളയായാലും എല്ലാം എൻ്റെ ാണ് നാട്ടിൽ വന്നിട്ട് അവളാണ് സെറ്റ് ചെയ്തത്. കാരണം എനിക്ക് സമയം ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് വള ഭയങ്കര ലൂസായിരുന്നു, അതുകൊണ്ട് ഞാൻ വള ഇട്ടില്ല. പിന്നെ ഇത് നോക്കിയേ, ഒപ്പായെ കൊണ്ട് മുണ്ടൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പെടുന്ന പാടും. അപ്പോൾ നമ്മളില്ല ഒട്ടിക്കുന്ന ബെൽറ്റ് പോലത്തെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യായിരുന്നു. ഞങ്ങൾ ഓണത്തിന് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ സായി സ്നേഹതീരം എന്ന് പറയുന്ന ട്രൈബൽ എഡ്യൂക്കേഷൻ സെൻറ്ററിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ ആയിപ്പോയി എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ അറ്റ്ലീസ്റ്റ് എന്തൊക്കെയോ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെല്ലാവരും, അവർ മലപ്പുറത്തുകാരാണ്. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒപ്പ പ്രാർത്ഥിച്ചു. 또 옆에서 도와준 진이가 있는데, 하나님 오늘 하루 동안 우리에게 은혜를 부어주시고 우리 56명의 아이들에게도 하나님 복음이 전해질 수 있도록 귀한 시간들 될 수 있도록 하나님 함께 해주옵소서. 지금 마음들에 여러 가지 조급함과 그 분주함들이 있지만 하나님 모든 것 내려놓고 이 시간을 즐기고 함께 즐기며 또한 복음이 전달되는 예수 그리스도의 이름이 전해지는 그런 귀한 시간 되게 해주옵소서. 예수님의 이름으로 하나님을 찬양합니다. 예수님의 이름으로 기도합니다. 아멘. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഇതൊരു വലിയൊരു ഓണ പ്രോഗ്രാം ആക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിത് അറിയത്തില്ലായിരുന്നു, ഇത്രയും വലിയ ഒരു ഓണ പ്രോഗ്രാമിലാണ് ഞങ്ങൾ വരുന്നതെന്നും. അങ്ങനെ അവർ ഒപ്പായ നല്ല രീതിയിൽ തന്നെ വരവേറ്റു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇവിടുത്തെ കുട്ടികളോട് കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കണം, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം, ആ ഒരു ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഒരു ഐഡിയ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവരുടെ ഓണ പ്രോഗ്രാം ഓൾറെഡി ഒരു വലിയ ഓണ പ്രോഗ്രാം ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം കുറേ ഓണ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കസേര കളിയിൽ ഒപ്പ ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് കുറേ പേര് പറഞ്ഞു, ഒപ്പ തിരിഞ്ഞ് വന്നിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഒന്ന് ക്ഷമിച്ച് കളയുന്നേ, ആൾ ആദ്യമായിട്ട് കളിക്കുന്നതല്ലേ. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ ഗേൾസിൻ്റെ കസേര കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല രസമുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു.
더워. 와. അങ്ങനെ അവിടുത്തെ ഓണ പ്രോഗ്രാം കുറച്ചൊക്കെ രാവിലെ ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഓണസദ്യ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് സദ്യ അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു. ഇത് ആദ്യത്തെ ഓണസദ്യയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഓണസദ്യ കഴിക്കണമെന്ന് ഉപ്പാക്ക് ഭയങ്കര ആഗ്രഹത്തോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഓണസദ്യയൊക്കെ കഴിച്ചു. ഞാനും പായസവും പഴവും എല്ലാം കൂടെ അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഒപ്പാക്ക് ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പ. കാരണം ഒപ്പ അവിടെ പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പാക്ക് കുട്ടികളെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന്. പക്ഷെ അതിനൊന്നും ടൈം കിട്ടില്ലായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്ന കുറേ പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്ന കാരണം ഒപ്പാക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒപ്പ കുട്ടികൾക്ക് ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ പേര്. ഇതൊക്കെ ഈ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഐറ്റംസ് കൂടാതെ തന്നെ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡും ഒക്കെ കുറേ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും കൂടെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചോക്ലേറ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെയിൻ ഗിഫ്റ്റായ ഞാൻ കൊറിയയിൽ നിന്ന് കൊണ്ടുപോയ ലെറ്ററും ചോക്ലേറ്റും അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഡ്രസ്സൊക്കെ കൊടുക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏജ് അനുസരിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഗിഫ്റ്റ് എല്ലാം അവിടെ പാക്ക് ചെയ്ത് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാം കൺഫ്യൂഷനായിപ്പോയി. ഏത് ഗിഫ്റ്റ് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്താൽ കേട്ടോ, നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ ആഗ്രഹമുള്ളവർ കാണും. അപ്പോൾ ഞാൻ എൻ്റെ ഈ പനിയൊന്ന് കുറഞ്ഞതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഓണത്തിൻ്റെ വീഡിയോ ഇല്ലേ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് എന്തായാലും അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാട്ടോ ഈ ഓണത്തിൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് നല്ല പനിയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവർക്ക് നമ്മളെടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ എനിക്ക് ഓണത്തിൻ്റെ ഡ്രസ്സ് എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഈ കുട്ടികൾ ഇട്ടിട്ട് എല്ലാവർക്കും കൂടെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഒപ്പായാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഈ ഓണത്തിൻ്റെ ഈ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഓണത്തിൻ്റെ ടൈം വരുമ്പോഴല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് ക്യാഷ്വലായിട്ട് അവർക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ ക്യാഷ്വലായിട്ടുള്ള ഡ്രസ്സാട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പം ഞാൻ ആദ്യം ഒപ്പായുമായിട്ട് ഒരു എഗ്രി ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ചിന്തിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് കറക്റ്റാണ്. കാരണം നമ്മളായാൽ പോലും ഓണത്തിൻ്റെ ഡ്രസ്സ് ഈ വൈറ്റ് ഡ്രസ്സ് നമ്മൾ എപ്പോഴും ഇടത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഒപ്പായോട്ട് എഗ്രി ചെയ്ത് നമ്മൾ ഫുള്ള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്യാഷ്വലായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് എടുത്തത്. അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ എനിക്ക് ഒരു വിഷമം വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഇതെല്ലാം ഇട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിനുള്ള ടൈം ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് വൈകിട്ട് കോഴിക്കോടേക്ക് തിരിക്കണമായിരുന്നു. പിന്നെ ഇവിടെ കുറേ ഓണത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നല്ലോ കുട്ടികളുടെ. അപ്പോൾ ഈ കുട്ടികൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഒരു ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുട്ടികളെടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അവർക്ക് ഇഷ്ടപ്പെട്ട സൈസ് കളർ അനുസരിച്ച് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടികൾക്ക് സന്തോഷമായി എന്നാണ് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് അറിയാൻ വയ്യ. കാരണം എനിക്ക് അവരുടെ അടുത്ത് അതൊന്ന് ചോദിച്ച് വയ്ക്കാനുള്ള ഒരു ടൈം ഇല്ലായിരുന്നു, ഒരു ഗ്യാപ്പില്ലായിരുന്നു അത് ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ
ഇവരൊക്കെയാണ് ഇവിടുത്തെ ഈ സ്ഥാപനം നടത്തുന്ന മെയിൻ ആൾക്കാർ. പിന്നെ ഇവിടെ വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു, 2-3 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മുടെ ഈ ലീന ചേച്ചി, ഇതെന്ന് പറഞ്ഞാൽ ഈ ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ 10 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊരാളാണ് ഈ ചേച്ചി. അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ചേച്ചി, ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താന്ന് പറഞ്ഞു, അവിടെ നിന്ന് ഇവിടെ വരെ വരുവാണ് ചെയ്തത്. അപ്പോൾ ഒപ്പാക്ക് ഈ ചേച്ചി കൊണ്ടുവന്ന ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നുമല്ല, ഒപ്പ എന്ന് പറഞ്ഞാലേ നമ്മുടെ ടൈമും എഫേർട്ടൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്തപ്പോഴത്തേക്ക് അതിലൊരു കത്തും വെക്കാൻ പറഞ്ഞത് ഒപ്പ. അപ്പോൾ ഈ ചേച്ചി സ്വന്തമായിട്ട് എഴുതിക്കൊണ്ട് വന്ന കത്തായിരുന്നു. അതിൽ ഒപ്പക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഒപ്പയുടെ പ്രഷ്യസ് ആയിട്ടുള്ള കത്തുകളും പഴയ ഫോട്ടോകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ബാഗുണ്ട്, അതിനകത്ത് കൊണ്ട് സൂക്ഷിച്ച് വെച്ചേക്കുവാണ് ഒപ്പാക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ്. പിന്നെ ലീന ചേച്ചി ഉമ്മാക്കും ആബൂജിക്കും വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ കൊറിയയിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റ് ചേച്ചിക്ക് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഹാപ്പി ആയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. 자기가 싫다고 그거. 나는 코리안 트렌. 이렇게 했던 거 봐봐. 자기가 잠비하다고. 마무 삼촌 봐봐. അനിയത്തിയുടെ മോന് അവൻ്റെ മുണ്ട് ഊരിപ്പോയപ്പോഴത്തേക്ക് നാണക്കേട് കാരണം അവൻ കരഞ്ഞു കേട്ടോ. അതാ ഒരു മുതുക്കനൊപ്പം നോക്കിയേ മുണ്ടെല്ലാം ഊരിക്കളഞ്ഞിട്ട് നടക്കുന്ന നടപ്പ് നോക്കിയേ ചോദിച്ചോ പറയാതെ കൊറിയൻ ഫാഷനാണ്, എന്ത് ചെയ്യാനേ നാണമില്ലാത്ത മുതുക്കൻ. അങ്ങനെ നമ്മുടെ ഓണ പ്രോഗ്രാമൊക്കെ നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം നേരെ വന്നതെന്ന് പറഞ്ഞാലും എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാം മലപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ എല്ലാവരുടെയും കൂടെ കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്ത് ഫാമിലിയുടെ കൂടെ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ അടിപൊളിയായിട്ട് എന്താ പറയുക ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു ഫാമിലിയുടെ കൂടെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ടാറ്റ ബൈ ബൈ.